ഹേർട്ട് എന്ന് പറയുന്നത് ബൈപ്പാസ്. ഇഷ്ടംപോലെ ഫുഡ് വെറൈറ്റി ഉണ്ട് കേട്ടോ. മന്തിക്ക് മന്തി എല്ലാം ഉണ്ട്. മന്തിക്ക് മന്തി, പിന്നെ നമ്മുടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ഇതൊക്കെ ഷവർമയുടെ കുറേ വെറൈറ്റി. ഇവിടെ 2 റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഒന്ന് ഡയാനയുണ്ട്, പിന്നെ ഒന്ന് ഫിൽഫിൽ. രണ്ടും അടിപൊളി, ഒന്നിനൊന്നും പറ്റില്ല. ഈ ഫിൽഫിലിൻ്റെ അൽഫാമില്ലേ, അത് അടിപൊളി. പെരി പെരി പെപ്പറും അടിപൊളിയാണ്. നല്ല അടിപൊളി കോഴി വേവിച്ചാൽ ഇതെന്താ പറയുക, കോഴി വേവിച്ചാൽ നീര് വല്ലതായിരിക്കും ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചുമ്മാ വീട് നിലനിൽക്കുന്ന വട്ടമുണ്ടോ മന്ദിരം കൊണ്ടുവന്നെങ്കിൽ ഇപ്പഴെ കൊണ്ടുവന്നത് നീ കുറിച്ച് പെട്ടെന്ന് വിളിച്ചിട്ട് അതിന് ഇച്ചിരി അല്ലേ ഉള്ളൂ. നിൽക്കുമ്പോൾ നിന്റെ എന്തരോ ഇങ്ങനെ കിടക്കുന്നവർ ഇങ്ങനെ ചൂടി കുറച്ചോലായിരുന്നു മുടി. അങ്ങനെ ഓർമ്മ ഉണ്ടോ, നീ മുടി ഇങ്ങനെ പുട്ടപ്പ് ചെയ്യുമ്പോൾ നിന്റെ തല നിറച്ച് ഇല്ലേ? ഓർമ്മ ഇതിനെ കെട്ടാൻ തന്നെ മടിയായിരുന്നു. നീ സ്ലൈഡ് കയറാത്തുണ്ടെങ്കിൽ കമ്പിൻ്റെ സാധനം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അത് കുത്തി വെക്കത്തില്ലേ? കിളിക്കുമായിരിക്കും, കെയർ ചെയ്താൽ കിളിക്കുമായിരിക്കും അല്ലേ? അന്ന് നിങ്ങളുടെ എന്തോ അപ്പച്ചിയുടെ എന്തോ ആരെ പോലെ അങ്ങനെ ഇല്ലേ, എന്തോ അവരെന്തോ പല്ലും ലീലയപ്പച്ചി, ലീലയപ്പച്ചിയുടെ പോലെ അറിയുന്നതൊക്കെ പറയത്തില്ലായിരുന്നു. എപ്പോഴും ഇങ്ങനെ കഥ പറയത്തില്ലായിരുന്നു. നിനക്കറിയാം ഫുഡ് കണ്ടാൽ ഞാൻ പിന്നെ വേറെ ലൈറ്റൊക്കെ ഇട്ടാണ് അവരെ കേട്ടോ. അവരെ നമ്മൾ വ്ലോഗ് ചെയ്യുന്ന കുറച്ച് ലൈറ്റൊക്കെ ഇട്ടാണ് കൈകൊണ്ട് ചെയ്തൊക്കെ വ്ലോഗ്. എനിക്കിത് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ചമ്മന്തി ഭയങ്കര എരി കേട്ടോ. കാന്താരി ഇതിപ്പോൾ എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. നാളെ രാവിലെ ഞാൻ പറയാം. എന്നിട്ട് പിന്നെ എടുക്കാമോ? അത് കിട്ടിയിട്ടില്ല. ഞാൻ പക്ഷെ ഞാൻ മൈനസ് കഴിക്കത്തില്ല. അങ്ങനെ കറക്റ്റാവുന്നില്ല. മൈനസ് വേണ്ടെന്ന് വാങ്ങി ചോദിച്ചെടുക്കും. ചോറ് പാത്രത്തിൽ വെക്കണം. ഏത് ചോറ് പാത്രത്തിൽ വെക്കണം? ഇത്രയും ഞാൻ കഴിക്കത്തില്ല. സത്യമായിട്ട് കൊള്ളാവോ? എന്ത് സ്ഥലം? യമനി മന്തി. യമനി മന്തി ഈ ലോഗോ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കണം. ഇത് വോയിസ് കിട്ടുന്നുണ്ടോ? എനിക്ക് അടിപൊളിയായിട്ട് ഇരുന്നോട്ടെ. ബോക്സിൻ്റെ അകത്ത് നിന്നൊരു ഫോട്ടോ കഴിക്കാം.